റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള അടിമകൾക്ക് സമൂഹത്തിൽ സ്ഥാനവും മാനവും വാങ്ങിക്കൊടുത്തത് ഈ തൗഹീദിന്റെ സാമൂഹിക പ്രതിഫലനമാണ്. ഉബാദത്ത് ഇബ്നു സാമിദ് റളിയല്ലാഹു അൻഹു കറുത്ത വർഗ്ഗക്കാരനായിരുന്നു. ഒരിക്കൽ ഈജിപ്ഷ്യൻ ഭരണാധികാരിയായ മുഖൗഖസിന്റെ അടുത്തേക്ക് ഉബാദത്ത് ഇബ്നു സാമിദ് റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങളുടെ നേതാവായി കൊണ്ടുചെന്നു. ഉബാദത്തിനെ കണ്ടത് മുഖൗഖസ് ഇങ്ങനെ പറഞ്ഞു, ഈ കറുത്തവനാണോ ഞാനുമായി സംസാരിക്കാൻ വന്നത്, മറ്റാരെങ്കിലും വരൂ? ഇത് കേട്ട മുസ്ലിം സൈന്യം ഇങ്ങനെ പ്രതികരിച്ചു, ഇദ്ദേഹം ഞങ്ങളുടെ നേതാവാണ്, ഞങ്ങളിൽ അഭിപ്രായ സമുന്നതനാണ്, ഉത്തമനാണ്, ഇദ്ദേഹമാണ് ഞങ്ങളുടെ നേതാവായി കൊണ്ട് നിർണയിക്കപ്പെട്ടത്. ഇത് കേട്ട മുഖൗഖസ് ഇങ്ങനെ പ്രതികരിച്ചു, എങ്ങനെയാണ് ഈ കറുത്തവനെ നേതാവാക്കുക? ഇദ്ദേഹം താഴ്ന്നവനല്ലേ? അല്ല, അദ്ദേഹത്തിന്റെ തൊലിനിറം കറുപ്പാണെങ്കിലും അദ്ദേഹത്തിന് സമൂഹത്തിലുള്ള സ്ഥാനവും മാനവും ഞങ്ങളെക്കാൾ സമുന്നതമാണ്. തൊലിനിറം ഞങ്ങൾക്കിടയിൽ ഒരു മാനദണ്ഡമല്ല. തൗഹീദ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ ഒരു മാറ്റത്തിനൊരു ഉദാഹരണമാണിത്. അള്ളാഹു ഏകനാണെന്നും അവൻ തങ്ങളുടെ സൃഷ്ടാവാണെന്ന് നിർണയിക്കപ്പെട്ടപ്പോൾ അവർ ഒരു ജനതായ തത്വത്തിലേക്ക് ആനയിക്കപ്പെട്ടു. പല പല പരിപാടികളും അരങ്ങേറുന്ന ഈ മഹാദിനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് റബീഉൽ 12 നമ്മുടെ പ്രവാചകൻ ജനിച്ചു. എന്താണ് ഈ പ്രവാചകന്റെ പ്രത്യേകത എന്ന് ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു. 1,25,000 പ്രവാചകന്മാരെ മനുഷ്യനെ നേരിൽ കാണിക്കാൻ അല്ലാഹു അയച്ചു. ഈ പ്രവാചകന്മാരുടെ തുടക്കം ആദമിൽ നിന്നും അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടാക്കുകയും ചെയ്തു. എന്നിട്ടും അല്ലാഹു പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. നബിയെ അങ്ങയെ ലോകത്തിന് അടിമയായിട്ടല്ലാതെ അയച്ചിട്ടില്ല. അല്ലാഹു ഉപയോഗിച്ച വാക്ക് വളരെ ശ്രദ്ധേറിയതാണ്. സത്യവിശ്വാസികളെ, നിങ്ങൾ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. അല്ലാഹു അംഗീകരിച്ച അവസാന നബി മുഹമ്മദ് നബിയാണെന്നും മറ്റു നബിമാർ മുഹമ്മദ് നബിയെ സ്വീകരിക്കണമെന്നും അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ലോകത്തിന് ശാന്തിയും സമാധാനവും പഠിപ്പിച്ച പ്രവാചകന്റെ സ്ഥാനത്ത് ഇന്ന് നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുത്തിരിക്കുന്ന ചില ആചരണങ്ങളാണ്. ഇസ്ലാമിക സംസ്കാരം നെഞ്ചിനോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു സമുദായത്തിന് കാർട്ടൂൺ തീരെയാണ് മുന്നിൽ കുമ്പിട്ടിരിക്കുന്നത്. കമ്പ്യൂട്ടർ ഗെയിമിന്റെ ത്രില്ലിൽ അന്തം വിട്ടു നിൽക്കുന്ന മെഗാ ഡിസ്കോ ഗാനവും കേട്ട് മെഗാ നെൽത്തുകൾ കണ്ടു തുള്ളി കളിക്കുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് ശേഷം മഹാനായ പ്രവാചകന്മാരുടെ അധ്യാപനർക്ക് എന്ത് കവറേജാണ് ലഭിക്കുക? അത് സലാത്ത് ദിക്റാണ്, പ്രാർത്ഥനയാണ്. അതിൽ അല്ലാഹുവിനെ സ്മരിക്കലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്മരിക്കലുണ്ട്. 2 ഹൈഡ്രജൻ തന്മാത്രയും 1 ഓക്സിജൻ തന്മാത്രയും കൂടി ചേർന്നാൽ ദിനമുണ്ടാകുന്നത് പഠിപ്പിക്കാൻ ശാസ്ത്രത്തിന് കഴിയും. എന്നാൽ അതിലും അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണെന്നും അത് ദാഹിക്കുന്നവൻ ഒഴിച്ചു കൊടുക്കൽ അവന് നിർബന്ധമാണെന്നും നമ്മെ പഠിപ്പിക്കുന്നത് മതമാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് തന്നെ നാം ഒത്തുകൂടി നിൽക്കേണ്ടതുണ്ട് സുഹൃത്തുക്കളെ. നാം എല്ലാവരും ഒരു മതത്തിലാണ് വിശ്വസിക്കുന്നത്, നാം എല്ലാവരും ഒരു ദൈവത്തിന്റെ മക്കളുമാണ്. അതുകൊണ്ട് തന്നെ നാം ഒത്തുകൂടി നിൽക്കണം. ഒത്തുകൂടി നിൽക്കുമെന്ന വിശ്വാസത്തോടുകൂടെ എന്റെ പ്രസംഗത്തിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ദീർഘദർശനം ചെയ്ത ഈ ഭയാനകമായ കാലഘട്ടത്തിൽ ഇസ്രായേൽ ദൂതരും ഇന്ത്യയിലെ ഫാഷിസ്റ്റുകളും അമേരിക്കൻ ക്രിസ്ത്യാനികളും ഇസ്ലാമിനെ വേട്ടയാടാൻ പദ്ധതികൾ മെനയുകയാണ്. അവർ 3 വിഭാഗങ്ങളായാണ് സാമ്രാജ്യത്തിൽ നിർത്തിയത്. അവരുടെ അക്രമം എന്നിവയാണ്. ഇസ്ലാമിന്റെ ഓർത്ത് സാമ്രാജ്യത്തിന്റെ ദൗത്യ കാക്കും കൊണ്ടുവന്ന തിരിച്ചറിയലാണ് അവർ ദീനത്തിനെ ഈ പടപ്പുറപ്പാട് നടത്തുന്നത്. മീഡിയകളിലൂടെ നിരന്തരം നിശാകാവസ്ഥാനം ചെയ്യാമെന്ന് അവർ വെറുതെ കണക്കിന് കൊട്ടുന്നു. ഇതിന്റെയൊക്കെ പരിണിത